ഇന്നലെ എത്ര പേര് ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസ് ശ്രദ്ധിച്ചു എന്നറിയില്ല. ഗായകൻ MG ശ്രീകുമാറിന് പിഴ. കായലിലേക്ക് മാലിന്യം തള്ളിയതിനാണ് സിംഗർ MG ശ്രീകുമാറിന് ഇങ്ങനൊരു പിഴ അടയ്ക്കേണ്ട അവസ്ഥ വന്നത്. 25,000 രൂപയാണ് പഞ്ചായത്ത് പിഴയായിട്ട് മേടിച്ചിട്ടുള്ളത്. മുളവുകാട് പഞ്ചായത്തിലുള്ള MG ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്നും കൊച്ചി കായലിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് അതിലൂടെ പോകുന്നൊരു ടൂറിസ്റ്റിൻ്റെ ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് അത് നമ്മുടെ MB രാജേഷ് മിനിസ്റ്ററിനെ ടാഗ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ടതിന് ശേഷമാണ് ഈ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. MG ശ്രീകുമാറിന് 25,000 രൂപ പിഴ അടയ്ക്കേണ്ട അവസ്ഥ, കാര്യങ്ങൾ എങ്ങനെ ബിൽഡായി, എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ആദ്യം നമുക്ക് ആ ഒരു റീൽ വീഡിയോ കാണാം. MG ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്ന് കായലിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതിൻ്റെ വീഡിയോ. ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കേരളത്തിൽ എവിടെയും ആരെങ്കിലും വേസ്റ്റ് വലിച്ചെറിയുന്നതിന്റെ ഫോട്ടോയോ ഒന്നുകിൽ ആളെ കിട്ടണം, അല്ലെങ്കിൽ വെഹിക്കിൾ നമ്പർ കിട്ടണം. ആളെ ഐഡന്റിഫൈ ചെയ്ത് 10,000 രൂപ, വെള്ളത്തിലാണെങ്കിൽ 1,00,000 ഫൈൻ ഈടാക്കും. ഫൈൻ ഈടാക്കിയിട്ട് ഇൻഫോർമർക്ക് അതിന്റെ 1/4 കൊടുക്കും. ഒരുപാട് അങ്ങനെ ഞാൻ കൃത്യം കണക്കെടുക്കണം. ആകെ 5 കോടിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ റീൽ വീഡിയോ. ഇതിനകത്ത് വളരെ ക്ലിയർ ആണ്. വീട്ടിൽ നിന്നൊരു കവറ് നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ വലിച്ച് പുറത്തേക്ക് എറിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ഈ റീൽ വീഡിയോയിൽ കിട്ടുകയും ഈ റീൽ വീഡിയോ ഇത് പോസ്റ്റ് ചെയ്ത നസീം, ഇഫ് ഐ എം നോട്ട് റോങ്, തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ടുള്ള നസീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. 6 മാസം മുമ്പാണ് ഈ വ്യക്തി ഇത് ഷൂട്ട് ചെയ്തത്. കൊച്ചിൻ കായലിലേക്ക് മുളവുകാട് പഞ്ചായത്തിലുള്ള നമ്മുടെ MG ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്ന് ഒരു കവർ കൃത്യമായി വലിച്ചെറിയുന്നതിൻ്റെ വിഷ്വലാണ്. ഇതിൽ MG ശ്രീകുമാറോ വിസിബിൾ ആണോ, അല്ലെങ്കിൽ ഇത് എറിഞ്ഞത് ആരാണെന്ന് വിസിബിൾ ആണോ, അല്ലെങ്കിൽ മാലിന്യം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ഒരു ഐഡിയ ഇല്ല. എന്താണെങ്കിലും ഇതേപോലെ ഒരു റീൽ വീഡിയോ ഇദ്ദേഹം എന്ത് ചെയ്തു, ഷൂട്ട് ചെയ്ത് MB രാജേഷ് മിനിസ്റ്ററിനെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ MG രാജേഷിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ID നിന്ന് ഒരു കമൻറ്റ് ഞാൻ കണ്ടു. പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാൻ സർക്കാർ ഒരു വാട്സാപ്പ് നമ്പർ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. 9446700800. ഈ നമ്പറിൽ തെളിവ് സഹിതം പരാതി നൽകിയാൽ നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത വ്യക്തി ഈ വീഡിയോ, ഡേറ്റ്, ലൊക്കേഷൻ അടക്കം എല്ലാ കാര്യങ്ങളും ഈ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്തതിനെ തുടർന്നിട്ടാണ് ഈ ഒരു 25,000 രൂപ MG ശ്രീകുമാറിന് പിഴ അടയ്ക്കേണ്ട അവസ്ഥ വന്നത്. നമുക്കറിയുന്നൊരു കാര്യമാണ്. അത്യാവശ്യം ട്രോളുകളിലും കാര്യങ്ങളിലൊക്കെ ഈ MG ശ്രീകുമാർ കുറേ റിയാലിറ്റി ഷോൻ്റെ ഭാഗമായിട്ട് പോയിരുന്ന് ജഡ്ജായിട്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് നിങ്ങൾക്ക് 10,000 രൂപ ലഭിച്ചിരിക്കുന്നത്. MG ശ്രീകുമാറിൻ്റെ ചിരിയും ഫേമസ് ആണ്, 10,000 രൂപയും ഫേമസ് ആണ്. അപ്പോൾ ആ റീലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ ഈ 10,000 എന്ന് പറഞ്ഞിട്ട് കുറേ കളിയാക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു നിയമം അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഇത് നോട്ട് ചെയ്ത സമയത്താണ്, അതായത് MB രാജേഷിൻ്റെ ഒരു വീഡിയോ നോട്ട് ചെയ്ത സമയത്താണ് ഇതേപോലെ ഒരു 6 മാസം മുമ്പ് എടുത്ത് വെച്ച ഫോണിലെ വീഡിയോ എടുത്തിട്ട് ഇടാൻ തോന്നിയത് എന്നാണ് നസീം എന്നാൽ ന്യൂസിന് കൊടുത്ത ബൈറ്റിൽ പറയുന്നത്. അതൊരു 6-7 മാസമായിട്ടുണ്ടാവും ആ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ അതിങ്ങനെ ഞാനിങ്ങനെ എറണാകുളത്ത് ഇങ്ങനെ ട്രിപ്പ് പോയപ്പോഴത്തേക്ക് ഇങ്ങനെ ബോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ അതിലെ ബോട്ടിലെ ഡ്രൈവറാണ് പറഞ്ഞത് MG ശ്രീകുമാറിൻ്റെ വീടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ഇത് കണ്ടത്. അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഫോറിനേഴ്സ് 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോയ്ക്ക് അതിങ്ങനെ പറയുന്നത് ദിസ് ഈസ് MG ശ്രീകുമാർ ഹോം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് ഫണ്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിലാണ് സംഭവം ഈ വേസ്റ്റ് ഇടുന്നത്. അപ്പോൾ അത് പുള്ളിയല്ല ഇട്ടത്, പക്ഷേ പുള്ളിയുടെ വീട്ടിൽ നിന്നാണ് ഇട്ടതെന്നുള്ളൊരു വിവരം ആ ഡ്രൈവർ പറയുമ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അത് ഒരു സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വൈറലായി. അപ്പം ഈ MB രാജേഷ് സാറിനെ ഇങ്ങനെ ടാഗ് ചെയ്തിട്ടപ്പോഴാണ് ആ വീഡിയോ ഇങ്ങനെ റീച്ചായി വന്നത്. പരാതി രേഖാമൂലം വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വാട്സാപ്പ് ഇതിനകത്താണെങ്കിൽ നമുക്ക് ഫോട്ടോ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ആ ഒരു ഇൻസ്റ്റയിൽ ഞാൻ ആ പോസ്റ്റ് ചെയ്തപ്പോൾ മാത്രമാണ് ആ വീഡിയോ കൂടെ റീച്ച് ആയപ്പോൾ മാത്രമാണ് അതിനുള്ള ആക്ഷൻ വന്നത്. 4 മാസം മുൻപ് എടുത്ത ദൃശ്യമേ അതിപ്പോൾ ഈ അടുത്ത 2-3 ദിവസം മുൻപാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്രയും ഡിലേ വന്നത് അല്ല, എനിക്കിപ്പോഴാണ് അതിനെപ്പറ്റി ഒരു ഇത് വന്നത്. ആ വീഡിയോ അങ്ങനെ ഉണ്ടായിരുന്നു, എൻ്റെ ഗാലറിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ അവരിങ്ങനെ ചെയ്യുന്നത് നമ്മൾ സാധാരണക്കാരുള്ളവരും എല്ലാവരും ഒരുപോലെയല്ല. അപ്പം അവരിങ്ങനെ ചെയ്തത് എന്താണെന്ന് ഇങ്ങനെ എൻ്റെ ഗാലറിയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സാറിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ കണ്ടു, രാജ് സാറിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കത് പോസ്റ്റ് ചെയ്യാൻ തോന്നിയത്. അങ്ങനെയാണ് ഞാൻ പോസ്റ്റ് ചെയ്ത് ജസ്റ്റ് എപ്പോൾ കിട്ടും എൻ്റെ 25,000 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ക്യാപ്ഷൻ ഇട്ട് ഞാൻ ഇട്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റ് ഇട്ട വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങൾ സംസാരിച്ച് കേട്ടത്. ഈ വ്യക്തി പറയുന്നുണ്ട് MB രാജേഷിൻ്റെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് ഓക്കെ ഇങ്ങനെ മാലിന്യം പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിയുന്നത്, റോട്ടിലേക്കോ അല്ലെങ്കിൽ വാട്ടർ ബോഡിയിലേക്കോ ഒക്കെ വലിച്ചെറിയുന്ന ആളുകളുടെ ഫോട്ടോ, വീഡിയോ അടക്കം ലൊക്കേഷനും നമ്പറും, വണ്ടി നമ്പറാണെങ്കിൽ വണ്ടി നമ്പർ, ഇല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇതടക്കം നിങ്ങൾ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ അതിന് തക്കതായ പിഴ അവരെ കൊണ്ട് അടപ്പിക്കുമെന്നും ആ പിഴ അടയ്ക്കുന്ന തുകയിൽ നിന്നൊരു 1/4 നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളൊരു ഇൻഫർമേഷൻ ഈ വ്യക്തി
കാണാനിടയായി. അതുകൊണ്ടാണ് 6 മാസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ഇപ്പോൾ എടുത്ത് പോസ്റ്റ് ചെയ്തതെന്നാണ് അയാളുടെ എക്സ്പ്ലനേഷൻ. എന്താണെങ്കിലും എം ബി രാജേഷിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ അവിടെ പ്ലേ ചെയ്യാം. 9446700800 ഈ വാട്സാപ്പ് നമ്പറിലേക്ക് കേരളത്തിലെവിടെയും ആരെങ്കിലും വേസ്റ്റ് വലിച്ചെറിയുന്നതിന്റെ ഫോട്ടോയോ വീഡിയോയോ എടുത്ത് അയച്ചു കൊടുക്കാം. ഒന്നുകിൽ ആളെ കിട്ടണം, അല്ലെങ്കിൽ വെഹിക്കിൾ നമ്പർ കിട്ടണം. ഉണ്ടെങ്കിൽ ആളെ ഐഡന്റിഫൈ ചെയ്ത് 10,000 രൂപ, വെള്ളത്തിലാണെങ്കിൽ 1 ലക്ഷമാണ്, ഫൈൻ ഈടാക്കും. ഫൈൻ ഈടാക്കിയിട്ട് ഇൻഫോർമർക്ക് അതിന്റെ 1/4 കൊടുക്കും, റിവാർഡ്. എത്ര രൂപ അങ്ങനെ കളക്ട് ചെയ്തു? അങ്ങനെ ഞാനൊരു കൃത്യം കണക്കെടുക്കണം. ആകെ 5 കോടിയാണ് വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് ഫൈൻ കളക്ട് ചെയ്തിട്ടുള്ളത്. അത് ഇങ്ങനെ ഫോൺ വഴി വാട്സാപ്പ് വഴി വന്ന് എത്ര ഉണ്ടെന്ന് പ്രത്യേകം കണക്കിലെടുക്കണം. പക്ഷെ ഞാൻ എന്റെ ഈ 5 കോടി രൂപ എത്ര നാളാം കൊണ്ട് കളക്ട് ചെയ്തു? 1 വർഷം കൊണ്ട്. ഒറ്റ വർഷം കൊണ്ട്. 1 വർഷം ആയില്ല. ഇപ്പൊ ജനുവരി വരെയുള്ള കണക്കാ ഞാൻ പറഞ്ഞത്. ജനുവരി വരെയുള്ള കണക്കാ. ഫെബ്രുവരി മാർച്ചും കൂടി കുറച്ചുകൂടി കൂടും. ഈ 2 മാസം ഈ എൻഫോഴ്സ്മെന്റ് കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അഡീഷണൽ സ്ക്വാഡുകളൊക്കെ ഇടണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എം ബി രാജേഷിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ പോസ്റ്റ് ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് പത്രസമ്മേളനത്തിൽ തന്നെ എം ബി രാജേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേപോലെ വേസ്റ്റ് ഇടുന്ന പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റ് ഇടുന്ന ആളുകളെ ഇതേപോലെ ഇൻഫർമേഷൻ കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ തദ്ദേശ വകുപ്പിൻ്റെ കീഴിലുള്ള ഇതേപോലുള്ള ടാസ്ക് ഫോഴ്സുകളുണ്ട്. ആ ടാസ്ക് ഫോഴ്സുകളിൽ നിന്നുള്ള ആളുകൾ കൃത്യമായിട്ട് ഇവരുടെ ഇൻഫർമേഷൻ എടുത്തിട്ട് അവരെ കൊണ്ട് ഇതിൻ്റെ പിഴ അടപ്പിക്കുന്നുള്ളത്. എം ജി ശ്രീകുമാറിന് കിട്ടിയത് 25,000 രൂപയുടെ പിഴയാണ്. അപ്പോൾ എം ജി ശ്രീകുമാറിനെ കുറിച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോനടിയിൽ കുറേ പേരുടെ കമൻറ്റ് കണ്ടു. 25,000 രൂപയോ, 25,000 രൂപയൊക്കെ അടപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ കണ്ടു. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന 2 സെക്ടേഴ്സാണ്. ഒന്ന് ഹെൽത്ത് സെക്ടറും ഒന്ന് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് സെക്ടറും. ഓക്കെ, പിന്നെ വൈൽഡ് ലൈഫ്, അങ്ങനെ കുറേ സെക്ടേഴ്സിന് ഭയങ്കരമായിട്ടുള്ള പൈസ, അതിന് കണക്കോ കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഈ പൈസ അങ്ങോട്ട് സർക്കാർ ഇറക്കും. കാരണം അതിൻ്റെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഒക്കെ അത് നമ്മുടെ വെൽബീയിങ്ങിനാണ്, മനസ്സിലായോ? അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഞാൻ കണ്ടിടത്തോളം ഈ ഒരു സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് ഇവർ മാനേജ് ചെയ്ത് പോയിട്ടുണ്ട് ഈ ഒരു പരിപാടി. വേസ്റ്റ് മാനേജ്മെൻറ്റ് നന്നായിട്ട് മാനേജ് ചെയ്ത് പോയിട്ടുണ്ട് കേരളത്തിൽ. അത് നിങ്ങൾ തന്നെ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അതിന് നല്ല രീതിയിൽ തദ്ദേശ വകുപ്പുകളടക്കം എല്ലാവരും നല്ല പണിയെടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഹരിത കർമ്മസേനയ്ക്കൊക്കെ അടക്കം പല വിമർശനങ്ങളും പല സ്ഥലങ്ങളിൽ നിന്നും വരാറുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത്, സുൽത്താൻ ബത്തേരിയാണ് നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ മാതൃകയായിട്ട് കേരളത്തിൽ നിൽക്കുന്നത്. സുൽത്താൻ ബത്തേരി പോയവർക്കറിയാം, ക്ലീനാണ് ആ സിറ്റി. സുൽത്താൻ ബത്തേരി ഈസ് ക്ലീൻ. അതവിടുത്തെ നാട്ടുകാർക്കും കൂടിയാണ് ഒരു അപ്രീസിയേഷൻ കൊടുക്കേണ്ടത്. കാരണം നമ്മളാണെന്നുണ്ടെങ്കിൽ സുൽത്താൻ ബത്തേരി ഭാഗത്ത് കൂടി പോകുമ്പോൾ വേസ്റ്റ് കൊണ്ടിട്ട് നാട്ടുകാർ വിളിച്ച് വരുത്തി നമ്മുടെ കയ്യിലെടുത്ത് തന്ന് കൊണ്ടുവിടുന്ന ഒരു അവസ്ഥയാണുള്ളത്. സുൽത്താൻ ബത്തേരിയെ പോലെ തന്നെ ഇപ്പോൾ കൊച്ചി പോയാലും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയാലും കേരളത്തിലെ ഏത് മേജർ സിറ്റീസിൽ പോയാലും കുറേ കാലങ്ങൾക്ക് മുമ്പ് കാണുന്ന ഒരു അവസ്ഥയല്ല. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, ആളുകളും ഭയങ്കരമായിട്ട് അവയർനെസ് വരുന്നുണ്ട്. സോ വേസ്റ്റ് മാനേജ്മെൻറ്റ് കാര്യത്തിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. സോ ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഇതിലൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യം വരുന്നത് 25,000 രൂപ പിഴ ആണ് അടപ്പിച്ചത്. അത് എം ജി ശ്രീകുമാർ ആയതുകൊണ്ട്, ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അയാളുടെ വലിപ്പം നോക്കിയിട്ടാണോ പിഴ അടപ്പിച്ചതെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ മന്ത്രി പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, വെള്ളത്തിലേക്കാണ് വേസ്റ്റ് വലിച്ചെറിയുന്നതെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ വരെ പിഴ അടപ്പിക്കാനുള്ള വകുപ്പുണ്ട്. ഓക്കെ, ഇനി എം ജി ശ്രീകുമാറിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് എടുത്തു നോക്കാം. എം ജി ശ്രീകുമാർ അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, വേസ്റ്റ് വലിച്ചെറിഞ്ഞത് വലിയൊരു ഗുരുതരമായ തെറ്റാണെന്നും അതുകൊണ്ട് തന്നെയാണ് പിഴ അടച്ചതെന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട്. ഞാൻ 28-29 തീയതികളിൽ ഞാൻ ട്രിവാൻഡ്രത്ത് എനിക്ക് റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, CMന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞു ഇതുപോലെ വീട് ഇൻസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 1-2 പേര് വരുന്നു എന്ന് പറഞ്ഞ് വീട് തുറന്നു കൊടുത്തു. അപ്പം ഞാൻ സാധാരണയായിട്ട് ആ ബോൾഗാട്ടിലുള്ള വീട്ടിൽ ഏകദേശം ഒരു 10 ദിവസത്തിൽ കൂടുതൽ കാണാറില്ല. പിന്നെ അങ്ങനെ അവിടെ വലിയ മാലിന്യമൊന്നും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ഫ്ലവേഴ്സിന്റെ ഷൂട്ടിലാണ്, ഞാൻ ക്രൗൺ പ്ലാസയിലാണ്, പിന്നെ ഗാനമേളയ്ക്ക് പോകും. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അവിടെ ഒരു മാലിന്യം എന്ന് പറയുന്ന ഒരു മാവുണ്ട്. ആ മാവിൽ നിന്ന് കുറേ മാങ്ങ വീഴും, അത് വെള്ളത്തിലോട്ടും വീഴും അകത്തും വീഴും. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും കുറേ ആൾക്കാർ വന്നിട്ട് അവിടെ പേപ്പർ എഴുതി വെച്ചു 25,000 രൂപ മാലിന്യം ഒഴുക്കിയെന്ന്. അപ്പം ഞാൻ തർക്കിച്ചില്ല, കാരണം ചെയ്തത് എൻ്റെ അവിടെ നിന്നൊരു സെർവൻ്റാണ്. ആ സെർവൻറ്റിന് അറിഞ്ഞൂടായിരുന്നു അണ്ണാൻ കടിച്ചു വീണ ഒരു മാങ്ങയും കൂടെ തറയിൽ ചെതറി കിടന്നപ്പോൾ അതെടുത്ത് ഒരു വെള്ള പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെള്ളത്തിലോട്ടിട്ടു. തെറ്റാണ്, സത്യത്തിൽ അത് അവർക്ക് അറിഞ്ഞൂടാതെ ചെയ്തതാണ്. പക്ഷേ എൻ്റെ വീടായതുകൊണ്ട് ഐ എം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അതുകൊണ്ട് ഞാൻ പഞ്ചായത്ത് എനിക്ക് എഴുതി തന്ന
25,000 രൂപ ഞാൻ പിഴയായിട്ട് അടച്ചു. ഈ വ്യക്തി പറയുന്നതിൽ 25,000 രൂപ പിഴ അടച്ചു, തെറ്റാണെന്നുള്ളത് അംഗീകരിച്ചു. പിന്നെ മാമ്പഴം വീണോ മാങ്ങ വീണോ അത് പേപ്പറിൽ പൊതിഞ്ഞോ കവറിലാക്കിയോ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരവൊന്നും ഇനി നമ്മൾ തപ്പിപ്പോകേണ്ട ആവശ്യം, അല്ലെങ്കിൽ അതിൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ട ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ കോൾ. കാരണം കമൻറ്റ് ബോക്സിനകത്തൊക്കെ പിന്നെ മാങ്ങാണ്ടിയാണല്ലോ അപ്പോൾ വെള്ള പേപ്പറിൽ പൊതിഞ്ഞിടുക, അങ്ങനെ തട്ടി താഴെ ഇട്ടാൽ പോരെ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്താണെങ്കിൽ അതിലേക്ക് കൂടെ അയാൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അയാൾ ചെയ്ത തെറ്റാണെന്നുള്ളതും ആ തെറ്റിനുള്ള പിഴ അയാൾ അടിക്കാൻ റെഡി ആയി എന്നുള്ളതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഇങ്ങനത്തെ തെറ്റ് ആവർത്തിക്കില്ല അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അത് ഒരു മാതൃകയാണ്, അല്ലാതെ അതിനകത്ത് തർക്കിക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് പോയിട്ട് ഇനിയിപ്പോൾ വേറെ ഒരു സോഷ്യൽ മീഡിയ ഗിമിക്കാനൊന്നും ഈ വ്യക്തി പോയിട്ടില്ല. പക്ഷേ MG ശ്രീകുമാറിനെ പോലുള്ള ഒരാൾ എന്താ പറയുക, ഇതൊരു മാതൃകയാക്കിയത് കൊണ്ട് ഇത് പലരിലേക്കും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനടക്കമുള്ളവർ ഇന്നലെയാണ് ഇതിൽ എടുത്തു വെച്ച് നോക്കുന്നത്. അപ്പം നമ്മളാരും അത്ര വലിയ മിസ്റ്റർ ക്ലീനോ കാര്യങ്ങളോ മിസ്റ്റർ പെർഫെക്റ്റ് ഒന്നും അല്ല. ഓക്കെ, ആവുന്നത് എപ്പോഴാണ്? പുറത്ത് പോകുമ്പോഴാണ്. ഇപ്പോൾ സ്റ്റേറ്റ് വിട്ട് പുറത്ത് പോകുമ്പോൾ കർണാടകയിലോ തമിഴ്നാട്ടിലോ പോകുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും. നമ്മുടെ നാട്ടിൽ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആരും പെർഫെക്റ്റ് ഒന്നുമല്ല, ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ കൂടുതൽ ശ്രമിക്കാറുണ്ട്. ഒരു 4-5 വർഷം മുമ്പുള്ള പോലെയല്ല. ഓക്കെ, ഇപ്പോൾ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മളെ ഒരു വേസ്റ്റോ സാധനങ്ങളോ നമ്മളെ വണ്ടിയിൽ പോകുമ്പോൾ അത് മാക്സിമം വണ്ടി തന്നെ കീപ്പ് ചെയ്തിട്ട് എവിടെയെങ്കിലും സ്ഥലം കാണുമ്പോൾ അവിടെയാണ്. ഈ പൊതുസ്ഥലങ്ങളിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റുപാടും നമ്മൾ നോക്കുക, എവിടെയെങ്കിലും വേസ്റ്റ് ബിൻ ഉണ്ടെങ്കിൽ അതിനകത്ത് കൊണ്ടുവിടാനാണ് നമ്മൾ മാക്സിമം ശ്രമിക്കാറ്. കാരണം നമ്മുടെ നാട് ക്ലീൻ ആയിട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിന് നമ്മളൊരു മാതൃകയായിട്ട് എല്ലാവരും വീണ്ടും കാണിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം നമ്മൾ ചെയ്യണം. ഓക്കെ, അത് ഒരു ഇൻഫ്ലുവൻസർ ആണെങ്കിലും ഒരു ഫിലിം സെലിബ്രിറ്റി ആണെന്നെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനാണെന്നെങ്കിലും സൊസൈറ്റിയിൽ ഒരു 10 ആൾ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങളത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. സോ അത് ശ്രദ്ധിക്കാറുണ്ട്, ശ്രമിക്കാറുണ്ട്. ഓക്കെ, നമ്മൾ ഭയങ്കരമായിട്ട് ഇതിൽ ശ്രമിക്കുകയും ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മൾ സ്റ്റേറ്റ് വിട്ടോ അല്ലെങ്കിൽ രാജ്യം വിട്ട് പുറത്തു. ഇപ്പോൾ ദുബായ് പോകുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിൽ ജീവിക്കുന്നവർക്ക് അറിയാം, അവിടെയൊക്കെ എത്രത്തോളം ആളുകൾ ഇതിൽ ഫോക്കസ്ഡ് ആണെന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ആളുകൾ ഫോക്കസ്ഡ് അല്ല, ജനങ്ങൾ ഫോക്കസ്ഡ് അല്ല. നമ്മളെ നാട് വൃത്തികേടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളാണ് അതിൻ്റെ റെസ്പോൺസിബിൾ. മനസ്സിലായോ? അതിന് സർക്കാരോ അല്ലെങ്കിൽ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ് പറയാം. ബ്രഹ്മപുരം പോലത്തെ ഇഷ്യൂസ് വരുന്ന സമയത്ത് അവിടെ കറക്റ്റായിട്ടുള്ള മാലിന്യ പ്ലാന്റുകളുടെ വർക്കിങ്ങോ കാര്യങ്ങളോ നടക്കാതെ. ഇപ്പോൾ ബ്രഹ്മപുരം വീണ്ടും അടിപൊളിയായിട്ട്, ബ്രഹ്മപുരത്ത് ഇപ്പോഴും അതിൻ്റെ ബയോ മൈനിങ്ങോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ അടിപൊളിയായിട്ട് ഈ മാസം അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തോട് കൂടിയിട്ട് അവിടെ എല്ലാം അവർ ക്ലീനാക്കി കളയും എന്നുള്ളതൊക്കെ അവർ പറഞ്ഞ് അതിൻ്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ കൊല്ലം മുതലേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് നമ്മുടെ ചുറ്റുപാട് വൃത്തിയാക്കിയിട്ട് വെക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കാമെന്നേ നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ MG ശ്രീകുമാർ ആക്ച്വലി ഞാൻ കാണുന്നത് ഇയാളൊരു മാതൃകയായിട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു ന്യായീകരണത്തിൻ്റെ എലമെൻ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയോ ഒരു ഉള്ളിനകത്തൊരു ഇത് കാണൂലേ, ഒരു മാങ്ങാണ്ടിക്ക് വേണ്ടിയിട്ടാണോ ഞാനിപ്പോൾ 25,000 നടക്കുന്നത്? കാരണം നമ്മൾ കാണുമ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളെ മൈൻഡിൽ നമ്മൾ ഇനി എത്ര നമ്മളെ നാട് നന്നായി എന്നും എത്ര അടിപൊളിയായി എന്ന് പറഞ്ഞാലും നമ്മുടെ തോട്ടിലേക്കും പുഴയിലേക്കും കായലിലേക്കും ഒക്കെ ഹോസ്പിറ്റൽസും ബാക്കി ഇവിടുത്തെ കുറേ അങ്ങനത്തെ ഫാക്ടറീസൊക്കെ ഒഴുക്കി വിടുന്ന മാലിന്യങ്ങളുടെ അളവ് വളരെ കൂടുതലാണ്. ഇപ്പോഴും നമുക്കറിയാം ഹോസ്പിറ്റൽസും ബാക്കി വേറെ എന്തെങ്കിലും ഫാക്ടറിയൊക്കെ ഉള്ള ചുറ്റുപാട്ടത്തുള്ള ഏതെങ്കിലും ഒരു വാട്ടർ ബോഡി എപ്പോഴും കണ്ടാമിനേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അനധികൃതമായിട്ട് അതിലേക്കൊക്കെ മാലിന്യങ്ങൾ ഒഴുക്കി വിടുന്നുണ്ട്. മനസ്സിലായില്ല? അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ കണ്ണിൽ കാണുന്നുമുണ്ട് നമ്മൾ. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ അതിലൊന്നും നിങ്ങൾക്ക് പിഴടപ്പിക്കാനില്ല എന്നുള്ള ചോദ്യം ഒരു മനുഷ്യൻ ചോദിക്കാതിരിക്കില്ലല്ലോ. CMന്റെ ഒരു സ്ലോഗനുണ്ട്, മാലിന്യ വിമുക്ത കേരളം. അപ്പോൾ അത് എൻ്റെ മനസ്സിലുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതാണ്. ഞാൻ ഒരിക്കലും ഒരു പേപ്പറോ ഇതെടുത്തിട്ട് ഞാൻ വെളിയിൽ കളയോ അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. പക്ഷെ ഇത് അറിയാതെ എൻ്റെ വീട്ടിലുള്ള സെർവൻറ്റ് ഈ മാങ്ങ അണ്ണാനോ കിളിയോ കൊത്തി കിടന്നപ്പോഴത്തേക്ക് അത് എടുത്ത് വെള്ളത്തിലോട്ടിട്ട് ചെറിയ പൊതി ആരോ എടുത്തൊരു വീഡിയോ എടുത്ത് കൊടുത്തു. അതിന് ഞാൻ പിഴയെ അടച്ചു. അപ്പോൾ എന്തായാലും ഒരു മാങ്ങാണ്ടിക്ക് 25,000 രൂപ എന്ന് പറയുന്ന ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പിഴ. അല്ലണ്ണ, ഈ മാങ്ങാണ്ടി ആയതുകൊണ്ടാണ് 1 ലക്ഷം പിഴയിൽ നിന്ന് അത് 25,000 ആയത്. മന്ത്രി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ വെള്ളത്തിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതിന് 1 ലക്ഷം രൂപ വരെ പിഴ അടയ്ക്കാന്നുള്ളതാണ്. നിങ്ങളത് മാങ്ങാണ്ടിയാണ് എന്നും അവിടെ ഉദ്യോഗസ്ഥർ വന്ന് ചെക്ക് ചെയ്ത സമയത്ത് ഓക്കെ മാവിൽ നിന്ന് വീണ മാങ്ങയും മറ്റേ എല്ലാം കൂടി പെറുക്കിയാണ് എടുത്തതെന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കണം അത് 25,000 നിന്നത്. ഓക്കെ, അത് 25,000 നിന്നുകൊണ്ട് നിങ്ങൾക്ക് സീനില്ല. ഇനി 1 ലക്ഷമാണ് എനിക്ക് തോന്നുന്നത്. 1 ലക്ഷമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇതിലേറെ ഒരു സംഗതി വിഷമം മനസ്സിലാകത്ത് തോന്നുമായിരിക്കും ഇങ്ങനെ. പക്ഷെ പറഞ്ഞ കാര്യമില്ല, മനുഷ്യന്മാർ എന്ത് ചെയ്യാനാണ്, പൈസ പോകുമ്പോൾ നമുക്ക് തോന്നുമല്ലേ. പിന്നെ ആ വർക്കറും പാവം അത് ഇവർക്ക് നമുക്ക് തന്നെ ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. അപ്പോൾ പണിയെടുക്കുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. എന്നാലും ഇതൊരു അവയർനെസ്സാണ്, നല്ലൊരു അവയർനെസ്സാണ് എല്ലാവർക്കും അല്ലേ. കൃത്യമായിട്ടുള്ളൊരു അവയർനെസ്സാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇങ്ങനൊരു നിയമം ഉണ്ട് എന്നും ബാക്കിലിപ്പോൾ അത്യാവശ്യം എല്ലാ വണ്ടിയിലും ഡാഷ് ക്യാമറ ഉണ്ട്, എല്ലാ വണ്ടിയിലും ആളുകളുടെ മൊബൈൽ ഫോണുണ്ട്.
പോകുന്ന വഴിക്ക് ആരെങ്കിലുമൊക്കെ നമ്മൾ എടുത്തെറിയുന്ന വഴിക്ക് ആരെങ്കിലും കണ്ടിട്ട് അത് വീഡിയോ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ 10, 15, 20, 30 ഒക്കെ ആയിട്ട് കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസുകളുണ്ട്. സോ മാക്സിമം വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, സുൽത്താൻ ബത്തേരി ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ. അതുപോലെ തന്നെ എല്ലാ നാടും മാറിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യം കൂടിയാണ്. എനിക്കത് അറിഞ്ഞൂടാ, എന്തായാലും അവിടെ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഹരിത കർമ്മസേന അവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല. അവർ വന്ന് എടുത്തുകൊണ്ട് പോകാൻ അവിടെ വേറെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും തന്നെ ഇല്ല ആ വീട്ടിൽ. പിന്നെ ഇങ്ങനൊരു ചെയ്തത് തെറ്റാണ്, അത് സമ്മതിക്കുന്നു. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ആ സഹോദരി ഇങ്ങനെ മാങ്ങ പൊതിഞ്ഞ് ഈ തറ വീണ മാങ്ങ എടുത്ത് വെള്ളത്തിലിട്ട് തെറ്റാണ്. അത് മാലിന്യമല്ല, മാങ്ങയാണെന്ന് ഞാൻ തിരുത്തുകയാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തെളിയിക്കാനും തയ്യാറാണ്. കാരണം ആ വീഡിയോയിൽ ആ സഹോദരൻ എടുത്തിട്ട് അദ്ദേഹത്തിന് എന്താണ് പറയുന്നത്, അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു പങ്ക് കിട്ടും. എന്താണ്, 25,000 രൂപയുടെ ഒരു പങ്ക് കിട്ടും. എന്തായാലും ഒരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ്, ചെയ്തത് തെറ്റാണ്. ആ തെറ്റിനെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇത് വെറും ഒരു മാങ്ങാണ്ടിക്ക് 25,000 ആകുമ്പോൾ ഇതുപോലെ എത്രയോ ഹോസ്പിറ്റൽസിൽ നിന്നും ഈ പല സ്ഥാപനങ്ങളിൽ നിന്നും ഹോട്ടൽസിൽ നിന്നൊക്കെ എത്ര ടൺ കണക്കിന് മാലിന്യമാണ് ഈ കൊച്ചിയിൽ ഒഴുകുന്നത്. അതൊന്നും ഈ അധികൃതർ കാണുന്നില്ലേ എന്നെനിക്കൊരു ചോദ്യം ഞാൻ ചോദിക്കേണ്ടി വരും. ചെയ്ത തെറ്റിന് ഒരു മാങ്ങയ്ക്ക് ഞാൻ 25,000 രൂപ പിഴ അടച്ചു. എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മുടെ കേരളം എന്നും ശുചിത്വ കേരളമായിരിക്കണം. ഞാനതൊരു മാതൃകയായി മാറട്ടെ എന്ന് ഞാൻ എല്ലാവരോടും പറയുകയാണ്. ആരും തന്നെ ഇനിയൊരു മാങ്ങയോ ഒരു പേപ്പറോ ഒന്നും തന്നെ, അല്ലെങ്കിൽ മാലിന്യമോ ഒന്നും തന്നെ നിങ്ങൾ വെള്ളത്തിൽ നിക്ഷേപിക്കരുത്. നമുക്ക് ശുചിത്വ കേരളമായിരിക്കണം. അതിനുവേണ്ടിയുള്ള സ്ലോഗൻ ഞാൻ തന്നെ ഉടനെ ഒരു പാട്ട് പാടി ഇറക്കുന്നതാണ്. ഈ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. അതിന് പിഴയെ അടച്ചു. പക്ഷേ ഓർക്കുക, ഒരു മാങ്ങയും ഒരു മാങ്ങാണ്ടിക്കും 25,000 ആണെങ്കിൽ വലിയ വലിയ മാലിന്യങ്ങൾക്ക് എത്ര ആയിരിക്കണം നമ്മളുടെ ഗവൺമെന്റ് പിഴ ചുമത്തേണ്ടത്? ഇങ്ങനെ പറഞ്ഞു വെച്ചതിലും കാര്യമുണ്ട്. ഇപ്പോൾ കൊച്ചി പോലത്തെ ഒരു സിറ്റിക്കകത്ത് ഹോട്ടലുകളും ഹോസ്പിറ്റലുകളും വലിയ വലിയ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ പോകുന്ന മാലിന്യങ്ങൾ ഭയങ്കരമായിട്ട് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള സ്മെല്ല്. ഇപ്പോൾ ബ്രഹ്മപുരത്ത് മാത്രമൊന്നുമില്ല, അല്ലാതെ തന്നെ നിങ്ങൾ ചെറിയ ചെറിയ സ്ഥലങ്ങൾ നോക്കിയാൽ തന്നെ സീവേജുകളിൽ നിന്ന് അസഹനീയമായ ഒരു മണം വന്ന ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്ന രീതിയിലൊക്കെ കാര്യങ്ങളുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണെന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറയണം. ഇപ്പോൾ എല്ലാ കാര്യത്തിലും കംപ്ലീറ്റ്ലി കണ്ണടച്ചങ്ങോട്ട് വിമർശിക്കുക എന്നുള്ള മൂഡിൽ മാറിയിട്ട് എനിക്ക് തോന്നുന്നു എം പി രാജേഷ് മന്ത്രി ഇതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു ഇൻവോൾവ്മെൻറ്റ് നടത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അവയർനെസ് പങ്കിടുന്നുണ്ട്. ഇപ്പോൾ ബ്രഹ്മപുരം ആണെന്നുണ്ടെങ്കിലും ഇനി റിലേറ്റഡ് ആയിട്ട് നടക്കാൻ പോകുന്ന ഓരോ ഇതേപോലത്തെ ഡിസ്പോസൽ നടത്തുന്ന സ്ഥലങ്ങളിൽ കളമശ്ശേരിയിൽ മാലിന്യ കേന്ദ്രത്തിലും ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രഹ്മപുരത്തിന് പിന്നാലെ അവർ 1.95 ഏക്കർ ഭൂമി കടന്നിട്ട് 44,742 മെട്രിക് ടൺ മാലിന്യങ്ങൾ കളമശ്ശേരിയിൽ നിന്നും ശാസ്ത്രീയമായി ബയോ മൈനിങ് വഴി സംസ്കരിക്കുന്നുണ്ട്. സോ കളമശ്ശേരിയിലാണെങ്കിലും ബ്രഹ്മപുരത്താണെന്നുണ്ടെങ്കിലും കേരളത്തിൽ ഇതേപോലെ വേസ്റ്റ് ഡംപ് ചെയ്ത് കിടക്കുന്ന ഓരോ സ്ഥലങ്ങളിൽ നിന്നും കൃത്യമായിട്ട് വേസ്റ്റുകൾ നീക്കി മാലിന്യ നിർമ്മാർജ്ജനം ചെയ്ത് കേരളം ഒരു മാലിന്യ മുക്ത നവകേരളമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റുകൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. അത് ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒപ്പം നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ നമ്മളും ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ആരും മിസ്റ്റർ പെർഫെക്റ്റോ ക്ലീനൊന്നുമല്ല. ഞാനാണെങ്കിലും ചെയ്തിട്ടുണ്ട്. പക്ഷേ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ശ്രമിക്കണം നമ്മൾ മാക്സിമം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ നാട് വിട്ടു പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കർണാടകയിൽ ചെന്നിട്ട് ഞാൻ ബാംഗ്ലൂരൊക്കെ സ്ഥിരമായിട്ട് പോയി വരുന്ന ഒരാളാണ്. ബാംഗ്ലൂരൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയാണ് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എന്തെങ്കിലും സാധനം ഇടാൻ വേണ്ടിയിട്ട്. കാരണം അവിടെ നാട്ടുകാർ അപ്പം അതിന് റിയാക്ട് ചെയ്യും. ഒരു വണ്ടി നിങ്ങൾ കർണാടകയിൽ പോകുന്ന വണ്ടിയിൽ നിന്ന് ഒരു സാധനം എടുത്ത് ബാംഗ്ലൂരിലൊക്കെ സിറ്റിയിൽ പുറത്തിറങ്ങി നോക്കി, പിന്നാലെ ആൾ വന്നിട്ട് ആ സാധനങ്ങൾ തിരിച്ച് വണ്ടിക്ക് ഇട്ടിട്ട് പോകും. ദുബായിലൊക്കെയാണ്. ഇന്ത്യ വിട്ട് പോയാൽ നോക്കണ്ട. ഫോറിൻ കൺട്രീസ് അത്യാവശ്യം മലയാളികൾ സെറ്റിലായിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ഫോറിൻ കൺട്രീസിൽ മലയാളികളോട് ചോദിച്ചാൽ മതി, അവർ ഏറ്റവും കൂടുതൽ അവിടെ വൃത്തി ശ്രദ്ധിക്കുന്നത് നമ്മൾ മലയാളികളായിരിക്കും. പക്ഷെ സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇറ്റ്സ് എ റിയാലിറ്റി, ഇറ്റ്സ് എ ഫാക്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മളും ഇത് മൈൻഡ് ചെയ്തേ പറ്റൂ, നമ്മളും ഇത് ചെയ്തേ പറ്റൂ. നമ്മളെ നാട് നന്നാക്കുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, എന്താണ് 25,000 രൂപ പിഴ അടച്ച് ഒരു മാങ്ങയ്ക്കും മാങ്ങാണ്ടിക്കും പിഴ അടച്ച് ശ്രീകുമാർ എന്തായിരിക്കുകയാണ്, MG ശ്രീകുമാർ ഒരു മാതൃകയായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ ഞാൻ പറയുന്നത് MG ശ്രീകുമാർ എന്ന് പറഞ്ഞ വ്യക്തി മാത്രമല്ല, ഇതിനകത്ത് ഓരോരോ ആളുകളും റെസ്പോൺസിബിൾ ആവണം. മാലിന്യങ്ങൾ വരാതെ അല്ലെങ്കിൽ ഇടാതെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ പറഞ്ഞ
വലിയ വലിയ ഹോസ്പിറ്റൽസും ഹോട്ടൽസും അങ്ങനത്തെയൊക്കെ പരിപാടികളിൽ നിന്ന് വരുന്ന മാലിന്യങ്ങളൊക്കെ സംസ്കരിച്ച് അല്ലെങ്കിൽ അവരത് പുറത്ത് വിടുന്നത് പൊതുജനങ്ങൾക്ക് പ്രശ്നമില്ലാത്ത രീതിയിലാണ് എന്നുള്ളത് നിങ്ങളും കൂടി ഉറപ്പുവരുത്തണം. ഓക്കെ.